ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന മറ്റൊരു വിവരം, കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എന്ന് സൂചനകൾ വരുന്നുണ്ട്. ദേശീയ നേതൃത്വം ജോർജ് കുര്യനുമായി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും വരുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതാ മറ്റൊരു സർപ്രൈസിംഗ് ന്യൂസ് വരുന്നത്. ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നത്. എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം, എന്താണ് വിവരങ്ങൾ? ഗോപി, കേന്ദ്ര മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. അതിനിടയിൽ കേരളത്തിലുള്ള ജോർജ് കുര്യന്റെ പേരും ഇപ്പോൾ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ജോർജ് കുര്യൻ നിലവിൽ ഇപ്പോൾ ഡൽഹിയിലുണ്ട്, കേരള ഹൗസിൽ അദ്ദേഹമുണ്ട്. ബി.ജെ.പി ദേശീയ നേതൃത്വം ജോർജ് കുര്യനുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം, അത്തരം ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മുഖമാണ് ജോർജ് കുര്യൻ. വിദ്യാർത്ഥി മോർച്ചയിലൂടെ കടന്നുവന്ന ജോർജ് കുര്യൻ പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമായി പിന്നീട് വളരുകയായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗമായുള്ള ചർച്ചയിൽ നിർണായക പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ. നമുക്കറിയാം, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ നിലനിന്ന സമയത്ത് പാർട്ടിയുടെ ഈ ന്യൂനപക്ഷ വിഭാഗമുള്ള ചർച്ചയ്ക്കെല്ലാം ജോർജ് കുര്യനായിരുന്നു നിയോഗിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ സമയത്ത് മൈനോറിറ്റി കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനത്തും ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യനിലേക്കുള്ള പേരിലേക്കാണ് ഇപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. അത്തരം ചർച്ചകൾ ഇപ്പോഴും ജോർജ് കുര്യനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള ചില വിമുഖത പ്രകടിപ്പിച്ചതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 4 സിനിമകൾ അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകളായി നിൽക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷമേ മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിയൂ എന്നൊരു നിലപാട് സുരേഷ് ഗോപി എടുത്തതായി അറിയുന്നു. ഈ പശ്ചാത്തലത്തിലാണോ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ വരുന്നത്? ഗോപി, നിലവിൽ ഈ ഘട്ടത്തിൽ അതിനെ അങ്ങനെ നമുക്ക് കരുതാം. കാരണം സുരേഷ് ഗോപിയെ ആദ്യ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാനുള്ള ചില ആലോചനകൾ കഴിഞ്ഞ ദിവസം അടക്കം ഡൽഹി കേന്ദ്രീകരിച്ച ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി ചില സിനിമകൾ പൂർത്തിയാക്കാനുള്ള ആവശ്യമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കൂടാതെ മറ്റൊരാളെയും കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളെയാണ് പരിഗണിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അനിൽ കെ ആന്റണി, അബ്ദുൾ കുട്ടി അടക്കമുള്ള പേരുകൾ ഉയർന്നു വരുന്നു. പക്ഷേ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ഉയർന്നു വന്നിരിക്കുന്നത് ജോർജ് കുര്യനാണ്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചർച്ചകളടക്കം ജോർജ് കുര്യൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നത് വഴി കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ഒരു അടുത്ത ബന്ധം പാർട്ടിക്ക്, പ്രത്യേകിച്ചും ബി.ജെ.പിക്ക് അടക്കം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു ബി.ജെ.പി അംഗത്തെ ലഭിക്കുന്നു. പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം കേരളത്തിൽ ബി.ജെ.പി ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ പ്രാതിനിധ്യം കേരളത്തിലേക്ക് ആലോചിക്കുന്നത്. സുരേഷ് ഗോപി കൂടാതെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്രിസ്ത്യൻ വിഭാഗമാകുമ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പുറമെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ബി.ജെ.പിയുടെ ആലോചന ഉണ്ടായിരുന്നു. അനിൽ കെ ആന്റണി ആയിരിക്കും അത് എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതല്ല, അബ്ദുള്ള കുട്ടി ആയിരിക്കുമോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന നിലയിൽ പരിഗണിക്കപ്പെടുക എന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ ബി.ജെ.പി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ സാഹചര്യം ഒരുക്കിയത് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയാണ് എന്ന പാർട്ടി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊടുക്കണം എന്നുള്ള ആലോചനകൾ ബി.ജെ.പിയിൽ സജീവമായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ജോർജ് കുര്യൻ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. ദേശീയ നേതൃത്വം ജോർജ് കുര്യനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണ് നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നൽകുന്നത്.